നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നടപടികളുടെ ഭാഗമായി പേവിഷബാധയുള്ളതും ആക്രമണകാരികളുമായ നായകളെ കൊന്നൊടുക്കും. വിഷയം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരുടെ യോഗം ചേരാനും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണയായി. ജനങ്ങളുടെ ജീവനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന അഭിപ്രായമാണ് സർവകക്ഷി യോഗത്തിൽ ഉയർന്നത്. തെരുവുനായ്ക്കളെ കൊന്നൊടുക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ തെരുവുനായ്ക്കളെ ഒന്നടങ്കം കൊന്നുതള്ളുന്നതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് CP ജോൺ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് പേവിഷബാധയുള്ളതും ആക്രമണകാരികളുമായ നായ്ക്കളെ എത്രയും വേഗം കൊന്നൊടുക്കാൻ ധാരണയായത്. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ തെരുവുനായ്ക്കളെ വന്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ആശുപത്രികളിലും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. ഈ ബർത്ത് കൺട്രോൾ ഏർപ്പെടുത്താനും ആന്റി റാബീസ് കുത്തിവയ്പ്പ് നടത്താനുമുള്ള സംവിധാനം, അതിന് ആവശ്യത്തിനുള്ള മരുന്ന് ഇതാക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യും. പഞ്ചായത്തുകൾ ചെയ്യേണ്ടത് ഈ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പിടിച്ച് ഇവിടെ എത്തിക്കണം. പേവിഷ പ്രതിരോധ വാക്സിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. ഇതിനു പുറമെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മേയർമാരുടെയും യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം രഞ്ജിനി ഹരിദാസ്, എൽദോസ് കുന്നപ്പള്ളി, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി ശിവൻകുട്ടി MLA, തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീമതി രഞ്ജിനി ഹരിദാസ്, പേവിഷബാധയുള്ളതും ആക്രമണകാരികളുമായ പട്ടികളെ കൊന്നൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിനെതിരെ ഒരു ക്യാമ്പയിനിങ് നടത്തിയിരിക്കുകയായിരുന്നല്ലോ താങ്കളടക്കമുള്ളവർ. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിനോടുള്ള പ്രതികരണം എന്താണ്? ആദ്യം തന്നെ അത് തെറ്റാണ്. ഞങ്ങൾ പേവിഷ ബാധിച്ച പട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനയല്ലായിരുന്നു. ഇന്നസെന്റ് ആയ, ഒന്നും നമ്മളെ ഉപദ്രവിക്കാത്ത തെരുവ് നായ്ക്കളെ ഒന്നും ചെയ്യരുത് എന്നാണ്. പേവിഷ ബാധിച്ച പട്ടികളെ നമ്മൾ കണ്ടെത്തി അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റണം. പേ എന്ന് പറയുന്നത് വളരെ മാരകമായ ഒരു രോഗമാണ്. അത് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേ ആർക്കോ ഏത് ജീവിക്കാണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ആക്ട് 1960 റൂൾസ് പ്രകാരം, അതുപോലെ തന്നെ ABC 2001 റൂൾസ് പ്രകാരവും പേ വിഷബാധ ഉള്ള പട്ടിയെ കണ്ടുപിടിക്കുക, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിയമപരമായ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെരുവ് നായ്ക്കളെ വെറുതെ കൊല്ലരുത്. ഇനി എനിക്കുള്ള ചോദ്യം ഇതാണ് സർ, അക്രമാസക്തം എന്ന് പറയുന്ന ഒരു പദം മാത്രമാണ് എനിക്ക് ഇതില് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്നത്. ബാക്കി അവർ നിരവധി നല്ല നടപടികൾ എടുത്തിട്ടുണ്ട്. വാക്സിനേഷൻസ്, ABC പ്രോഗ്രാം, അതിനുള്ള ഫണ്ട്സ് എന്നൊക്കെ നമ്മുടെ യോഗത്തിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ അക്രമാസക്തം എന്ന് പറയുന്ന പദം, അത് അക്രമാസക്തം ആണ് എന്ന് ആര് തീരുമാനിക്കും? ആദ്യം തന്നെ. മാത്രമല്ല, അക്രമാസക്തം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ ഒരു വാക്കല്ലേ. എനിക്ക് അക്രമാസക്തം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് അക്രമാസക്തമായി തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തീരുമാനിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ 2009 2014 നിയമം അനുസരിച്ച് അക്രമാസക്തം എന്നൊരു പദം യൂസ് ചെയ്ത് തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിൽ തെരുവുനായുടെ ശല്യം പെരുകയാണ്. സമൂഹത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കുട്ടികളെയും ഒക്കെ ഇത് ഉപദ്രവിക്കുന്നു. ഈ ശല്യം ഇത്രയും വലിയ രീതിയിൽ പെരുകാൻ കാരണം എന്താണ്? 2001 മുതൽ ഇതിനു വേണ്ടിയുള്ള ഫണ്ട്, ABC വാക്സിനേഷൻ ഫണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും വേണ്ടിയുള്ള ഫണ്ട് അവൈലബിൾ ആണ് സെൻട്രലിൽ നിന്നും. എന്തുകൊണ്ട് ഈ 15 വർഷമായി അത് യൂസ് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് മാലിന്യം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതൊന്നും ഇൻവോൾവ് ചെയ്യാതെ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തിട്ടില്ല? അവസാനം വലിയൊരു രീതിയിൽ ഒരു പ്രശ്നമാവുമ്പോൾ അവരെ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ പരിഹാരം. ദയവായി തുടരുക. ശ്രീ തോമസ് ഉണ്ണിയാടൻ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഒരു സർവകക്ഷി യോഗം ചേരുകയും ആക്രമണകാരികളായ നായകളെ കൊന്നൊടുക്കാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ആക്രമണകാരികളെ നിശ്ചയിക്കുക എന്നാണ്. ഇവിടെ നമുക്ക് നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഉത്കണ്ഠയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. തെരുവ് നായ്ക്കളെ അക്രമകാരികളായിട്ടുള്ളത്, അപകടകരായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാൻ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ ചില ആളുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിര് കവിഞ്ഞ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ പലരുമാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് വന്ന സംഭവം എന്നാന്ന് പറഞ്ഞാൽ, ഏറ്റവും ഡേഞ്ചറസ് ആയ സ്റ്റേ ഡോഗ്സ് പോലും കൊല്ലാൻ പറ്റില്ല എന്ന നിലയിൽ നിൽക്കുകയും ഇത് പെറ്റുപെരുകുകയും ചെയ്തു. ജനങ്ങൾ മുഴുവൻ ആശങ്കയിലായി, ഭയത്തിലായി. തെരുവ് നായ്ക്കൾ, പേവിഷബാധയുള്ള തെരുവ് നായ്ക്കൾ പോലും കടിച്ച് നിരവധി ആളുകൾ, 90,000-ഓളം ആളുകളാണ് കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുള്ളത്.
ഏതാണ്ട് കുറേയധികം ആളുകൾ പേവിഷബാധയേറ്റ് മരണമടയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ആരോഗ്യവകുപ്പിന്റെ വെളിപ്പെടുത്തല, എന്റെ വെളിപ്പെടുത്തലല്ല. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇല്ലാത്ത നിയമത്തിന്റെ കാര്യം പറഞ്ഞ്, ഇല്ലാത്ത കോടതി വിധിയുടെ കാര്യം പറഞ്ഞാണ് ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ആശങ്ക ഉണ്ടാക്കി. ഇപ്പൊ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. 1960 ഇന്ത്യൻ പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ദ ആനിമൽ എന്ന നിയമം ഉണ്ടാക്കിയത്. അതിൽ 9F-ലും 11(3)(b)യിലും വളരെ വ്യക്തമായി ഈ ഡേഞ്ചറസ് ആയ സ്റ്റേ ഡോഗ്സിനെ കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1986 ഉണ്ടായ 30/611 നമ്പർ റിട്ട് പെറ്റീഷൻ. അതൊക്കെ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ ആ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ടതില്ല. ദയവായി തുടരുക. ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഞാൻ പറയുന്ന എനിക്ക് പറയാനുള്ള അവസരം തരൂ. അപ്പൊ അങ്ങനെ ഒരു രീതിയുണ്ട്. അതുപോലെ നിലവിൽ സുപ്രീം കോടതി വിധി നമുക്ക് അനുകൂലമാണ്, എതിരാണ് എന്ന് പറയുന്നത് തന്നെ അല്ല, ഇവിടെ രഞ്ജിനി ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളൊരു പട്ടിയെ ഒരു മാസം നിരീക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് ആക്രമണ സ്വഭാവമുണ്ടോ ഇല്ലയോ എന്നൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അക്രമകാരികളായിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഡോഗ്സിനെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ. എങ്ങനെ അറിയാൻ കഴിയും? ശ്രീ തോമസ് ഉണ്ണിയാടൻ, ഒരു പട്ടി എത്ര സമയം നിരീക്ഷിക്കും നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പട്ടി കടിച്ച് ഒരു മനുഷ്യനെ കീറുന്നത് കണ്ടാൽ ആ പട്ടി അക്രമകാരിയാണെന്ന് കാണാൻ കഴിയില്ലേ? ഒരു പട്ടി ഉമിനീർ ഒലിപ്പിച്ച് ഒരു പേ വിഷബാധ പോലെ ഓടി നടന്ന് നമുക്കറിയാൻ കഴിയില്ലേ അത് പേ പിടിച്ച പട്ടിയാണെന്ന്? അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളെ വളർത്തുമ്പോൾ ആക്രമിക്കുമ്പോൾ അറിയത്തില്ലേ അത് അക്രമകാരികളാണെന്ന്? ദയവായി തുടരുക. കുന്നപ്പള്ളി, ആളുകൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല, ബൈക്കിൽ പോലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, രാത്രികാലങ്ങളിൽ കാറിൽ പോലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ചാടി കാറിലേക്ക് കയറി വരും, അല്ലെങ്കിൽ ബൈക്കിലേക്ക് കയറി വരും. വഴിയാത്രക്കാരൻ്റെ കാര്യം ആലോചിക്കുക പോലും വേണ്ട. അങ്ങനെ ആകുമ്പോൾ ജനപ്രതിനിധികൾക്ക് ആ കാര്യത്തിൽ ഇടപെടുക. പട്ടികളെ കൊല്ലേണ്ടി വരികയാണ് മനുഷ്യന് വേണ്ടിയെങ്കിൽ പട്ടികളെ കൊല്ലും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനമെങ്കിൽ അതിപ്പോൾ ആർക്കാണ് എതിർപ്പ്? ഇവിടെ എല്ലായിടത്തും ഇത് സംഭവിക്കുന്നില്ല. ചിലയിടങ്ങളിൽ തെരുവ് നായ്ക്കൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പറയൂ, കേൾക്കാം. ഇത്തരം തെരുവ് നായ്ക്കളെ നമ്മൾ എങ്ങനെ അമർച്ച ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മടങ്ങിയെത്താം താങ്കളിലേക്ക്. വി ശിവൻകുട്ടി, ഇന്നത്തെ നിലയിൽ തെരുവ് നായ്ക്കളെ ഒന്നടങ്കം കൊന്നൊടുക്കുക എന്നുള്ളത് മാത്രമാണോ ഏക പോംവഴി? ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വെറും തട്ടിപ്പാണ്. കാരണം ഈ തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം കേരളത്തിലെമ്പാടും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ വളരെ വളരെ ഗുരുതരമായ ഉത്കണ്ഠയിലും ഭയത്തിലും ജീവിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഇറങ്ങിയ ഒരു പത്രത്തിൽ കണ്ട ഒരു കൊച്ചുകുട്ടിയുടെ മുഖം മുഴുവൻ ഒരു തെരുവ് നായ കടിച്ചു പറിച്ചെടുത്തോണ്ട് പോയത് നമ്മുടെ ഏതൊരു മനുഷ്യന്റെയും അല്ല, അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിനെന്താണ് പോംവഴി? എല്ലാ നായ്ക്കളെയും കൊന്നുകളയുക എന്നുള്ളതാണോ? അല്ല, ഞാൻ പറയുന്നത് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ ഉള്ള കാര്യങ്ങളാണ്. പുതുതായിട്ട് അദ്ദേഹം ഒരു കാര്യവും തന്നെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന അവസരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവ് നായ്ക്കളെ ഒക്കെ തന്നെ അത് ശരിയാവണ്ണം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1, 2 ഈ ABC ചെയ്യുക എന്ന് പറഞ്ഞത് അത് പ്രായോഗികമൊന്നുമില്ല. ABC ചെയ്തുകൊണ്ട് പട്ടിയുടെ കടിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒട്ടും തന്നെ കുറയുന്നില്ല. ഒരു പട്ടി ABC ചെയ്തതിന് വേണ്ടി 2000 രൂപയുടെ ചെലവുണ്ട് എന്ന് മാത്രമല്ല, ഉണ്ണിയാടൻ പറഞ്ഞ തെറ്റാണ്. സുപ്രീം കോടതി എന്ന ബോംബെ കോടതിയുടെ ഒരു വിധി, അരഞ്ഞു നടക്കുന്ന പട്ടികളെ പഠിക്കാമെന്നുള്ള ബോംബെ കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. 1, ഭക്ഷണപദാർത്ഥങ്ങൾ കുന്നുകൂടി കിടക്കുന്ന വേസ്റ്റ് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തൊട്ടാകെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ്. നാട്ടിൽ 2 ജീവികളെ ഉള്ളൂ, 1 മനുഷ്യരും 2 തെരുവ് പട്ടികളും. വേറെ പക്ഷി മൃഗാദികളെല്ലാം തന്നെ നാം ഏതാണ്ട് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഇനി പട്ടികളെ ഒന്നാകെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് നയം എങ്കിൽ ഇനി ഈ ഭൂവിഭാഗത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ പോകുന്നത് മനുഷ്യരെ മാത്രമായിരിക്കും. അതിനുള്ള നടപടികളാണോ തുടങ്ങിയിരിക്കുന്നത്? ഈ ആക്രമണകാരികളായ വിഷബാധയുള്ള പട്ടികളെ മാത്രം കൊന്നൊടുക്കുക എന്നുള്ളത് സർക്കാർ ഭംഗിവാക്ക് പറയുകയാണ്. എല്ലാ പട്ടികളെയും ഒന്നടങ്കം കൊല്ലുക എന്നുള്ളതാണോ സർക്കാർ നയം? അതിനാണോ ഇന്ന് യോഗത്തിൽ നിങ്ങളെപ്പോലുള്ളവർ പങ്കെടുത്തിരിക്കുന്നത്?
ഇല്ല, ശ്രീ ഉമ്മൻചാണ്ടി യോഗത്തിൽ പിന്നെ പറഞ്ഞത് മുഴുവൻ പട്ടികളെയും കൊല്ലുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു സ്വബോധമില്ലാതെയും അക്രമകാരികളായിട്ടുള്ള പട്ടികളെ കൊല്ലുമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതിപ്പോ നിലവിലുള്ള നിയമപ്രകാരം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. താങ്കൾ തിരുവനന്തപുരം മേയറായിരുന്നു എന്ന് പറഞ്ഞല്ലോ ശ്രീ വി ശിവൻകുട്ടി. പട്ടിയെ കൊല്ലാൻ താങ്കളല്ല പോവുക, അവിടെയുള്ള ജോലിക്കാരെയാണ് വിടുക. ആ ജോലിക്കാരെ ഇത് ഉപദ്രവകാരികളാണ്, ഇതിന് പേവിഷബാധ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണോ പിടിച്ചു കൊണ്ടുവരാൻ പോകുന്നത്? അതൊന്നും കണ്ടെത്താൻ പറ്റില്ല. അതൊന്നും കണ്ടെത്താനൊന്നും പറ്റില്ല. പട്ടിപിടുത്തക്കാരുടെ എണ്ണം തന്നെ കുറവാണ്, ഇപ്പൊ ഇല്ല. പിന്നെ പട്ടി അതാ പോകുന്നവർ തന്നെ കാണുന്ന പട്ടികളെ പിടിച്ചോണ്ട് പോകുന്നു. നിങ്ങൾക്ക് പശുവിനെ കൊല്ലാം, നിങ്ങൾക്ക് ആടിനെ കൊല്ലാം, നിങ്ങൾക്ക് കോഴിയെ കൊല്ലാം, പാവപ്പെട്ട കൊച്ചു മുയലിനെ കൊല്ലാം. എന്താ അവരാരും വളരെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീമതി രഞ്ജിനി ഹരിദാസ്, നിങ്ങൾക്ക് പശുവിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, മുയലിനെ കൊല്ലാം, ഇതിനെയൊക്കെ കൊന്നു തിന്നുന്നവരാണ് പട്ടിയെ കൊല്ലരുത്, മനുഷ്യരെ കടിക്കുന്ന പട്ടിയെ കൊല്ലരുത് എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ആദ്യം തന്നെ പറയും ഞാനൊരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം. അതും ഇതും കൂട്ടിക്കലർത്തേണ്ട ഒരു ആവശ്യമില്ല. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ അവർ കൊല്ലുന്നു. പക്ഷെ നമ്മളുടെ കൺസ്യൂമറിസം, മനുഷ്യർ തന്നെയാണ് ഈ മൃഗങ്ങളെ വളരെ മൃഗീയമായി ഓരോ കേജിലും കൂടിലും വളരെ ചീത്ത രീതിയിൽ ഉണ്ടാക്കി അവരുടെ പാലും അവരുടെ ചിക്കനും അവരുടെ മീറ്റും അവരുടെ ബീഫും ഒക്കെ ഈ നമ്മളുടെ ഷോപ്പിംഗ് കോംപ്ലക്സും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇറക്കുന്നത്. തെറ്റ് മനുഷ്യരുടെ തന്നെയാണ് ഇത് ഇങ്ങനെ വ്യാപകമാക്കിയത്. പ്രകൃതിയുടെ ഒരു നിയമമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പൊക്കോളും. ശരിയാണ് രഞ്ജിനി ഹരിദാസ്. ഒരുപക്ഷെ വെജിറ്റേറിയൻ ആയിരിക്കും, അതുകൊണ്ട് ബീഫ് തിന്നുന്നവരോട് അല്ലെങ്കിൽ ആടിനെ തിന്നുന്നവരോട് കോഴിയെ തിന്നുന്നവരോട് ഉത്തരം പറയേണ്ട ബാധ്യതയില്ല. പക്ഷെ രഞ്ജിനി ഹരിദാസ് കാറിലാണ് പോകുന്നത്. വഴി യാത്ര നടക്കുന്ന കാൽനടക്കാർ, ബൈക്കിൽ പോകുന്ന യാത്രക്കാർ, അവരൊക്കെയാണ് ഇത് ഏറ്റവും പ്രധാനമായും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം തന്നെയാണ് നികേഷ് ഭായി ചോദിച്ചത്. ഞാനും രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ഒരാളാണ്. എന്റെ അമ്മ സ്കൂട്ടറിൽ പോകുന്നതാണ്. ഈ തെരുവുനായ ശല്യം ഇവിടെ കൂടുന്നത് എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കടിച്ച ആൾക്കാരെയും എനിക്കറിയാം. എന്റെ വീട്ടിലെ പട്ടി എന്നെ 3 പ്രാവശ്യം കടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ ഇവരെല്ലാവരും അക്രമാസക്തരാണെന്ന് പറയുന്നില്ല. നികേഷ്, എന്റെ ചോദ്യം ഇത് മാത്രമാണ്. ഇപ്പോൾ ഇന്ന് എടുത്ത യോഗത്തിലുള്ള കുറെ തീരുമാനങ്ങൾ വളരെ നല്ല തീരുമാനങ്ങളാണ്. പക്ഷേ ഈ അക്രമാസക്തം എന്ന് ഇവർ പറയുമ്പോൾ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ഫ്രീഡമാണ് ഇത് പബ്ലിക്. അതിന് നേരത്തെ ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹം തിരുവനന്തപുരം മേയർ പോലുമായിരുന്നു, ഇപ്പോൾ MLA ആണ് CPM-ന്റെ. അദ്ദേഹം പറഞ്ഞല്ലോ, അങ്ങനെ ഈ പട്ടിപിടുത്തക്കാരെ വിടുമ്പോൾ അവർ പോയി അക്രമാസക്തരായതാണോ അല്ലെങ്കിൽ പേ പിടിച്ചതാണോ എന്നൊന്നും നോക്കാൻ പോകുന്നില്ല, കിട്ടിയ പട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ പട്ടിക്കും ഇത്ര വില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പട്ടിയെ കൂടുതൽ കൊണ്ടുവരാമോ അത്രയും പട്ടിയെ കൂടുതൽ കൊണ്ടുവരാനുള്ള ശ്രമമേ അവർ നടത്തൂ. അതുകൊണ്ട് പട്ടിയെ പിടിക്കാൻ തന്നെയാണ് തീരുമാനം. അതാണ് പ്രശ്നം. ഇനി വേറൊരു കാര്യം കൂടി നികേഷ് ഭായി ഞാനിവിടെ പറഞ്ഞ് ക്ലിയർ ആക്കണം. ഈ തോമസ് ഉണ്ണിയാരൻ സാറ് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി. അദ്ദേഹം പറയുന്നത് തെറ്റാണ്. PCA ആക്ട് 1960 2001 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് വായിച്ചിട്ടില്ല. 2001 ഈ PCA ആക്ട് അമെൻഡ് ചെയ്ത് ആകെയുള്ള ശാശ്വതമായ പരിഹാരം ABCയും വാക്സിനേഷനും ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആദ്യം ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റും SPA PCA റൂളും ABC റൂളും വായിക്കാൻ പറയണം. ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പട്ടി ഇപ്പോൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പട്ടി ഇത്ര കൂടുതലാവാൻ കാരണം? നമ്മൾ വലിയ തോതിൽ മാലിന്യം പുറത്തേക്ക് തള്ളുന്നു. മാലിന്യം എന്ന് പറയുമ്പോൾ കോഴിയുടെ, ആടിൻ്റെ, പശുവിൻ്റെ ഒക്കെ മാലിന്യമാണ് തള്ളുന്നത്. ഇത് തിന്ന് ശീലിച്ച പട്ടികൾ അത് കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ്റെ മാംസം തേടി വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ശ്രീ വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ കൊച്ചു കുട്ടികളെപ്പോലും മാരകമായി ആക്രമിക്കുന്നത്, മുഖം പോലും കടിച്ചു കീറുകയാണ്. അത് നോക്കി നിൽക്കാനാകില്ലല്ലോ സർക്കാരിന്. തീർച്ചയായിട്ടും അത് വളരെ വാലിഡായ കാര്യമാണ്. അതിലും നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നത് ഇതിന്റെ തുടക്കം എവിടെയാണ് എന്ന ചോദ്യത്തിലാണ്, അല്ലേ? ഈ തുടക്കം നമ്മൾ ശരിയാക്കണം. ഈ തുടക്കം എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ശരിയാക്കണം. അത് ശരിയാക്കാൻ നമ്മുടെ ഏരിയയിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ഈ പട്ടികളൊക്കെ വേറെ സ്ഥലത്ത് പോവും. അത് അങ്ങനെ തന്നെയാണ്. അതൊന്ന് എല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അവിടെയുള്ള പട്ടികൾ കൂട്ടം കൂടി അവിടെ ഭക്ഷണവും കഴിക്കുക, ചുറ്റുമുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക നാച്ചുറലി ഒരു ഭീതിയാണത്. എനിക്കും ഭീതിയുണ്ട് റോഡിൽ കൂടെ നടക്കുമ്പോൾ. ഞാനും നടക്കുന്ന ഒരാളാണ്. ഞാൻ വണ്ടിയിൽ പോകും, അതിന് കൂടെ തന്നെ രാവിലെ മോർണിംഗ് വാക്കിനും ഈവനിംഗ് വാക്കിനും പോകുന്ന ഒരാളാണ്. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ അറിയാലോ പട്ടികളുടെ കൂട്ടം ആ സമയത്ത് എത്ര കൂടുതലാണ്. എന്റെ അമ്മ നടക്കാൻ പോകുമ്പോൾ എന്റെ അടുത്ത് പറയാറുണ്ട്, അമ്മയുടെ സ്കൂട്ടറിന്റെ പുറകെ പട്ടികൾ കൂട്ടം ഓടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ആകെ ഇതേ ഉള്ളൂ. ഒന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി,
നമ്മളുടെ തുടക്കം പിഴച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യത്തിലാണ്, മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലാണ്. താങ്കളെപ്പോലുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനം ശരിയാവണ്ണം നിർവഹിക്കുക എന്നുള്ളതാണ്. മാലിന്യമില്ല എങ്കിൽ ഒരുപക്ഷെ കോഴിയുടെയും പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ മാലിന്യങ്ങൾ തിന്നാനില്ല എങ്കിൽ ഇങ്ങനെ പെരുകില്ലായിരുന്നു. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു വർഗമായി തെരുവു പട്ടികൾ നിലനിന്നേനെ. അതിനപ്പുറത്തേക്ക് ഇതിനെ മനുഷ്യരെ പോലെ തന്നെ വളർച്ച അല്ലെങ്കിൽ പെരുപ്പമുണ്ടാകുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനം ശരിയാവണ്ണം നിൽക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ പട്ടിയെ പിടിക്കരുത് എന്ന് പറയുന്ന താങ്കളെപ്പോലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾ യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടിയിരുന്നത് മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. പട്ടികൾ വർദ്ധിക്കുന്നത് മാലിന്യം വർദ്ധിക്കുന്നത് മാത്രമാണ്. പട്ടികളെ വന്ധീകരണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൻ്റെ വർധനവ് വളരെയധികം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ കേരളത്തിന് ഒരു മാതൃകയാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പല മോഡലുകൾ പരീക്ഷിച്ചു. അതിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുണ്ടെങ്കിലും നമ്മളിൽ ആരും അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതും പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. നായ്ക്കളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിലൂടെ തന്നെ മുമ്പോട്ട് പോയാൽ ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇപ്പം നായ്ക്കളെല്ലാം കൊന്നൊടുക്കാൻ സാധിക്കുമോ? തെരുവ് നായ്ക്കളെ ഇപ്പോൾ ഗുജറാത്തിൽ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയ ശേഷം അടുത്ത വർഷം എന്ത് സംഭവിച്ചു? അവിടെ പ്ലേഗ് പടർന്നു പിടിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പോലെ വിഷബാധയുള്ള നായ്ക്കളെ മാത്രമേ കൊന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അക്രമകാരികളായ നായ്ക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമുക്ക് പ്രത്യേക ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തെരുവുകളിൽ നല്ല ആരോഗ്യമുള്ള, വാക്സിനേഷൻ കൊടുത്ത അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത നായ്ക്കളുണ്ടെങ്കിൽ, അവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണവും കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതാരെയും ഉപദ്രവിക്കില്ല. ജനമെല്ലാം വളരെ പരിഭ്രാന്തിയിലാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, ടെലിവിഷൻ ചാനലുകളൊക്കെ ഉൾപ്പെടുന്ന വാർത്തകളൊക്കെ വരുമ്പോൾ ജനങ്ങൾ തെരുവിൽ ഏത് നായ്ക്കളെ കണ്ടാലും ഭയപ്പെടുകയാണ്. എല്ലാ നായ്ക്കളും ആക്രമണ സ്വഭാവമുള്ള ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകം എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ മനുഷ്യസ്നേഹിയാവുന്നു, നമ്മൾ മൃഗസ്നേഹികളാവുന്നു. ശരിയാണ്, ലോകം മനുഷ്യന് വേണ്ടി മാത്രമല്ല. പക്ഷേ ഇപ്പോൾ മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയെ ആകെ തന്നെ നാം നശിപ്പിച്ചിരിക്കുന്നു. ശ്രീ വി ശിവൻകുട്ടി, ഇത് മാത്രമാണോ അപകടകരമായ കാര്യം? കക്കൂസ് മാലിന്യം പോലും പുറമ്പോക്ക് പ്രദേശത്ത് തള്ളുന്ന പ്രത്യേക പ്രവണത നമ്മുടെ നഗരങ്ങളിലുണ്ട്. അങ്ങനെ എത്രയെത്ര വിഷയങ്ങളുണ്ട്. നിങ്ങൾ പട്ടിയുടെ കാര്യത്തിൽ മാത്രം അമിത താല്പര്യം എടുക്കുന്നത് എന്തിനാണ്? ഒരു ജന്തുവർഗത്തെ ആകെ തന്നെ കൊന്നെടുക്കുന്നതിൽ മാത്രം ഒരു പ്രത്യേക താല്പര്യമുണ്ടോ? ഇല്ല, കാര്യം വെച്ചാൽ ഇപ്പൊ നമുക്കിന്നിപ്പോ ചെയ്യാൻ കഴിയുന്നത്, ഇവിടെ മിസ്റ്റർ നികേഷ് പറഞ്ഞ കാര്യങ്ങളും ഇവിടെ ചർച്ചയിൽ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ മനുഷ്യന്റെ ജീവനും കൊച്ചുകുട്ടികളുടെ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ABC ഒന്നും ചെയ്തുകൊണ്ട് പട്ടികളുടെ അതിനെ കടിക്കാനുള്ള പ്രവണത കുറയുന്നില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ കണക്കെടുത്തപ്പോ 50,000 നായ്ക്കൾ ഇപ്പൊ ഉണ്ട്, തെരുവിലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, 4 or 5 സോണായിട്ട് തിരിക്കാം. ഈ നായ്ക്കളെ മുഴുവൻ പിടിച്ച് അവിടെ നമുക്ക് ഒരു പ്രത്യേക സ്ഥലങ്ങൾ എടുത്ത് കണ്ടുപിടിച്ചിട്ട് ഒരു 1 ഏക്കർ ഭൂമി ഗവൺമെന്റ് വാങ്ങുക, ഈ നായ്ക്കളെ പിടിക്കുക, അവിടെ കൊണ്ട് വിടുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവരവിടെ സുഖമായിട്ട് വളർത്തുക. തെരുവിലൊന്നും ഒരു നായ്ക്കളും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രായോഗികമായ കാര്യങ്ങൾ തീരുമാനിക്കാതെ സുപ്രീം കോടതിയുടെ വിധിയും ഡോഗ്സ് റൂൾസ് 2001 ബോംബെ ഹൈക്കോടതിയുടെ വിധിയും ഒക്കെ തന്നെ വച്ചുകൊണ്ട് നമുക്കിതെല്ലാം പ്രഖ്യാപനം നടത്താതെ ഒന്നും തന്നെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഏത് പട്ടിയെ ABC ചെയ്താലും ABC ചെയ്ത പട്ടി കടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് പട്ടികളെ തെരുവിൽ നിന്ന് ഒഴിവാക്കുക. തെരുവിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഒന്ന് മാലിന്യങ്ങൾ ഒഴിവാക്കുക, 2 ഈ പട്ടികളെ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ഡ്രൈവ് എന്നുള്ള നിലയിൽ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരു പട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംരക്ഷണ അതൊന്നും കഴിയില്ല എന്ന് അറിയാവുന്ന ആൾ തന്നെയാണ് താങ്കൾ. ശ്രീമതി രഞ്ജിനി,
അങ്ങനെ കഴിയില്ല സർക്കാരിന് എന്നുള്ളത് കൊണ്ടാണ് എറണാകുളം ജില്ലാ കലക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മൃഗസ്നേഹികൾക്ക് ഓരോരുത്തർക്കും ഈ 2 പട്ടികളെ വീതം നൽകാം, അവർ വീട്ടിൽ വളർത്തിക്കോട്ടെ എന്ന്. ഗവൺമെൻറ്റിന് ഇത്രയും വലിയ സംവിധാനങ്ങളില്ല. ഇതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് അറിയാമോ, ഗവൺമെന്റിനൊക്കെ സംവിധാനങ്ങളുണ്ട്. നികേഷ് ജി, നമ്മളൊന്ന് വിവരാവകാശ കമ്മീഷനിൽ ചോദിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലോ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. പണ്ട് മുതലേ ഓരോ മുനിസിപ്പാലിറ്റിയിലും മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഷെൽട്ടറിനുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ എവിടെ പോയി? ഓരോ മുനിസിപ്പാലിറ്റിയിലും ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ബിൽഡിംഗ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷെൽട്ടർ ഹോമിനുള്ള സ്പേസും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഫണ്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ 15 വർഷമായി അതൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അവരുടെ മുകളിലുള്ള കുറ്റം അവർ കൈയൊഴുകയാണ്. മനസ്സിലായില്ലേ? ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്, അത് അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ വീണ്ടും ABC പറഞ്ഞ റൂൾസ്, പേ പട്ടിയെ നമുക്ക് കൊല്ലാം, അക്രമാസക്തം ആയ പട്ടികളെ കൊല്ലാമെന്ന് അവർ പറയുന്നു. പക്ഷെ അക്രമാസക്തം എന്താണ് എന്ന് അവർ പറയുന്നില്ല. അത് വിശദീകരിക്കണം. എന്താണ് അക്രമാസക്തം? അത് ശ്രീ വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ട പട്ടിയെ കൊല്ലുക, അതാണ് അക്രമാസക്തനായ പട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ യോഗത്തിൽ കണ്ട പട്ടികളെ കൊല്ലുക എന്ന് വെച്ചാൽ ഏതൊരു തെരുവനായെ കൊല്ലാം എന്നതായിരിക്കാം ആ യോഗത്തിന്റെ അർത്ഥം. ഇത് പത്രങ്ങളിൽ നാളെ വരുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? മനുഷ്യർ വിചാരിക്കും തെരുവനായ്ക്കളെ ഒക്കെ കൊല്ലാം, എല്ലാവരും നിയമം കൈനീട്ടി കെട്ടും, സ്വന്തമായിട്ട് കൊല്ലാൻ തുടങ്ങും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ എൽഡോസ് ജി പറഞ്ഞതുപോലെ ഈ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന് ജീവിക്കുക. പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ജീവിക്കുക. ഈ പട്ടികളെ ഒക്കെ കൊന്നടക്കുക, അല്ലെങ്കിൽ ഈ പട്ടികളെ ഒക്കെ ഷെൽട്ടേഴ്സിലേക്ക് ആക്കിയാലും അതിന്റെ വേറെ പ്രശ്നങ്ങൾ പിന്നാലെ വരും. ഈ എലികളുടെ ശല്യം കൂടും, സൂറത്തിൽ നടന്ന പോലെ പ്ലേഗ് വരും, മറ്റു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വളരെയധികം സിസ്റ്റമാറ്റിക് ആയി പ്രൂവ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് ലോകം ഒന്നടക്കം ഓക്കെ ചെയ്ത ഒരു ഫോർമാറ്റ് ആണ് വന്ധ്യകരണവും വാക്സിനേഷനും. നേരത്തെ MLA സാർ പറയുന്നുണ്ടായിരുന്നു വന്ധ്യകരണം ചെയ്താലും പട്ടി കടിക്കുന്നത്. അത് ശരിയല്ല. വന്ധ്യകരണം ചെയ്ത പട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ സെക്ഷുവൽ ഹോർമോൺസും സെക്ഷുവൽ ഓർഗൻസും എടുത്ത് മാറ്റുകയാണ്. സെക്ഷുവൽ ഹോർമോൺസും ഓർഗൻസും എടുത്ത് മാറ്റിയാൽ തന്നെ നമുക്കറിയാം വലിയ രീതിയിൽ സ്വഭാവത്തിന് മാറ്റമുണ്ടാവും. അത് മനുഷ്യനിലായാലും മൃഗത്തിലായാലും സ്വാഭാവികമായി അവർ ഫ്രണ്ട്ലി ആവും, കാമാവും. ഇത് എന്റെ വീട്ടിൽ മാത്രമല്ല, എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ഹ്യൂമാനിറ്റി ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ. 2 പട്ടിയല്ല, നിരവധി തെരുവ് നായ്ക്കൾ എന്റെ വീട്ടിലും എന്റെ ട്രസ്റ്റിലും ആയിട്ട് എന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെയും അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റൽസിലും ഉണ്ട്. അതുകൊണ്ട് അനുഭവസ്ഥയാണ് ഞാൻ. തുടരുക ദയവായി. മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക പട്ടിയുടെ കടമയാണോ? ഒരു ചോദ്യമാണത്. ശ്രീ എൽദോസ്, നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ആ ചാക്രിക വലയത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് പട്ടിയുടെ ദൗത്യമല്ല, അത് പിന്നീടായി വന്നതാണ്. അതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിക്കുക. അതല്ലാതെ പട്ടിയെ അഴിച്ചുവിടുകയല്ല വേണ്ടത് എന്ന് ആരും പറയും. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വഴികൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പല കോർപ്പറേഷനുകളും മുന്നോട്ട് വന്നിട്ടും അത് വിജയിക്കാത്ത ഒന്നാണ്. നമ്മൾ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്. വിദേശ രാജ്യങ്ങളിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് പലപ്പോഴും പരസ്യമായി ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് അവിടെ മണ്ണടിച്ച് മൂടുന്ന അവസ്ഥയുണ്ട്. ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ വ്യവസ്ഥകൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കൊച്ചി പോലെയുള്ള സ്ഥലത്ത്, എറണാകുളം ജില്ലയിൽ സ്ഥലത്തിന് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നല്ല തോതിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ നോക്കേണ്ടി വരും. നായ്ക്കൾ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് തെരുവിൽ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എൽദോസുമായിട്ടുള്ള വാദത്തിൽ ഒരുപക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും യോജിക്കുമായിരിക്കും. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനം ഇവർക്ക് ചെയ്ത് തീർക്കാൻ കഴിയാത്തത് അവരുടെ കഴിവുകേട് കൊണ്ട് മാത്രമല്ല. അതിനുവേണ്ടി പട്ടിയെ വളർത്തണം, തെരുവിൽ പട്ടിയെ വളർത്തണം എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണ്? അത് വളരെ ഒരു സഹതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളുടെ ഈ ഒരു ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റിന്, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ലോക്കൽ ഗവൺമെന്റ് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്ത് ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആയ, സമൂഹത്തിന് വളരെ മുഖ്യമായ ഒരു പ്രധാന ഘടകം, അത് ഒരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര വർഷമായി ഇതിന് പുറകിൽ അവർ ഓടി നടക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, ടു മേക്ക് ഷുവർ വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം എത്ര ഫെയിൽഡ് ആണെന്ന് നമുക്കറിയാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ ഓരോ ചെറിയ പ്രസ്താവനകളായിട്ട് ഇവർ വരും. എന്നിട്ട് അവരുടെ പീരീഡ് കഴിയുമ്പോൾ കഴിഞ്ഞു, ആ കാര്യം അവിടെ തീർന്നു. ഇതിന് ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരം ആരും കണ്ടെത്തി തന്നിട്ടില്ല. അത് മാലിന്യമായാലും പേപ്പട്ടിയായാലും പട്ടിയായാലും മരങ്ങളായാലും ആക്സിഡന്റ് ആയാലും റോഡായാലും PWD ആയാലും ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമില്ല. ശരിയാണ്. മാലിന്യം എന്തായാലും നമുക്ക് നിർമ്മാർജ്ജനം കഴിയുന്നില്ല. അതുകൊണ്ട് തെരുവിൽ പട്ടിയെ വളർത്താം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നെങ്കിലും ഈ പാനലിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്നു. വളരെ നന്ദി. ശ്രീമതി രഞ്ജിനി ഹരിദാസ്, എൽദോസ് കുന്നപ്പള്ളി, ഒപ്പം തന്നെ വി ശിവൻകുട്ടി, തോമസ് ഉണ്ണിയാടൻ. ക്ഷമിക്കണം, അല്പസമയത്തിനകം.